അങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഫലം ഇലക്ട്രോണിക് യന്ത്രത്തിൽ വിശ്രമിക്കുകയാണ്. വോട്ടെണ്ണുന്നത് വരെ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതിനെക്കുറിച്ച് പല ഊഹങ്ങളും അഭ്യൂഹങ്ങളും കണക്കുകൂട്ടലുകളുമൊക്കെ നടക്കും. LDF വിജയം അവകാശപ്പെടും, UDF വിജയം അവകാശപ്പെടും, അൻവർ തീർച്ചയായിട്ടും അവകാശപ്പെടും. വോട്ട് എണ്ണി തീരുമ്പോൾ മറ്റ് പലരും പല ന്യായീകരണങ്ങളുമായിട്ട് വരും. എന്തുകൊണ്ട് ഞങ്ങൾ തോറ്റു, അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റവർ ജയിച്ചു, അതിൻ്റെ പുറകിൽ എന്തൊക്കെ അട്ടിമറികൾ നടന്നു, ഏതൊക്കെ തരത്തിലുള്ള മാനിപ്പുലേഷൻസ് ഉണ്ടായി എന്നൊക്കെയുള്ള പല സിദ്ധാന്തങ്ങളുമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈ പ്രവചനത്തിന് വലിയ പ്രസക്തിയില്ല. വോട്ടെണ്ണുന്നവരെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുള്ളൂ. എങ്കിൽ പോലും ജനങ്ങൾക്ക് പൊതുവെ ആകാംക്ഷയുണ്ടാവും. അതുകൊണ്ടാണ് ഈ എക്സിറ്റ് പോളും അഭിപ്രായ സർവേകളൊക്കെ നടത്തുന്ന ആളുകൾക്ക് ഈ നാട്ടിൽ വലിയ സ്വീകാര്യത ഉണ്ടാകും. യാതൊരു എക്സിറ്റ് പോളും നടത്താതെ, അഭിപ്രായ സർവേ നടത്താതെ, ആലുവയിൽ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് നിലമ്പൂരിൽ ആര് ജയിക്കും എന്ന് പ്രവചിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തും. ഇത് ഏതെങ്കിലും സാമ്പിൾ സർവേയുടെ അടിസ്ഥാനത്തിലല്ല, ഇത്രയും കാലത്തെ രാഷ്ട്രീയം കണ്ടും കേട്ടും അടുത്ത് പരിചയിച്ചുമുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇത് വലിയൊരു പ്രവചനമായിട്ടോ അല്ലെങ്കിൽ ജ്യോതിഷ വിധിപ്രകാരം തയ്യാറാക്കിയ ഒരു ചാർത്തായിട്ടോ ആരും കണക്കാക്കേണ്ടതില്ല. സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ ആർക്കാണ് ജയം കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എന്ന് വിശദീകരിക്കാൻ മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. ആദ്യം തന്നെ പറയാം, ഒരു കാരണവശാലും നിലമ്പൂരിൽ BJPയോ SDPയോ ജയിക്കാനുള്ള സാധ്യതയില്ല. അവർ ജയിക്കാനുള്ള സാധ്യത 1,00,000 പോലും ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ട. ഇവർ പിടിക്കുന്ന വോട്ടുകൾ പോലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ഏതെങ്കിലും തരത്തിൽ നിർണായകമായിട്ടോ അല്ലാതെയോ സ്വാധീനിക്കാനും സാധ്യതയില്ല. തീർത്തും അപ്രസക്തരാണ് ഈ പറഞ്ഞ രണ്ട് പാർട്ടികൾ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയ സുഹൃത്ത് PV അൻവറാണ്. തൃണമൂൽ കോൺഗ്രസ് നേതാവായ അദ്ദേഹം ബലൂൺ അടയാളത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. അദ്ദേഹം ജയം അവകാശപ്പെടുന്നുണ്ട്. UDF നിന്ന് 25,000 വോട്ടും LDF നിന്ന് 20,000 വോട്ടും പിന്നെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് 10-35,000 വോട്ടും എല്ലാം കൂടി ചേരുമ്പോൾ 1,00,000 വോട്ട് പുള്ളിക്ക് കിട്ടും. അങ്ങനെ അദ്ദേഹം ജയിക്കും എന്നാണ് കണക്കൂട്ടുന്നത്. കണക്ക് ആർക്കും എങ്ങനെ വേണമെങ്കിലും കൂട്ടാം, നെടുകയും കുറുകയും കോണോട് കോണായിട്ട് കൂട്ടാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആര് ജയിച്ചാലും അൻവർ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. SDPയെക്കാളും BJPയെക്കാളും വളരെ വ്യത്യസ്തമല്ല അദ്ദേഹത്തിൻ്റെ സ്ഥിതി. അദ്ദേഹത്തിൻ്റെ ജയസാധ്യത കുറവാണ്. പക്ഷേ അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് LDFൽ നിന്ന് എത്ര പോകും, UDFൽ നിന്ന് എത്ര പോകും, അതിൻ്റെ ആകെത്തുക ആരെ കൂടുതൽ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ജയസാധ്യത താരതമ്യേന അകലെയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി അടുത്ത സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് LDF ആണ്. LDF രാജ്യം നാട് ഭരിക്കുന്ന പാർട്ടിയാണ്. പിന്നെ അവർക്ക് ഭരണത്തിൻ്റെ പല സൗകര്യങ്ങളുമുണ്ട്. മന്ത്രിമാരും പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാരും ഒക്കെ വീടാന്തരം കയറി ഇറങ്ങി പ്രചരണം നടത്തി. പിന്നെ നിർത്താവുന്ന നിലയ്ക്ക് വെച്ച് നല്ലൊരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയിട്ടുള്ള, അതിൽ സംശയമൊന്നുമില്ല. തൻ്റെ ഇടമുള്ള യുവത്വം വിട്ടുമാറിയിട്ടില്ലാത്ത സാമാന്യം പ്രബലനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെതായ ചില മേന്മകളുണ്ട്, അദ്ദേഹത്തിൻ്റെതായ ചില പോരായ്മകളുണ്ട്. അദ്ദേഹം ഈ നാട്ടുകാരനാണ്. അദ്ദേഹം ജനിച്ചു വളർന്നത് നിലമ്പൂരാണ്. അദ്ദേഹം പഠിച്ചത് ചുങ്കത്തറ മാർത്തോമ കോളേജിലാണ്. പിന്നെയാണ് സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന നേതാവായിട്ട് വിദ്യാർത്ഥി നേതാവ്, യുവജന നേതാവ്, തൃപ്പൂണിത്തുറ MLA എന്നീ നിലകളിലൊക്കെ പ്രശോഭിച്ചത്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിന് അവിടെ ഒരു മേൽക്കൈ ഒരു പരിധി വരെ അവകാശപ്പെടാവുന്നതാണ്. പക്ഷേ ഒരു പരിധി വരെ ഉള്ളൂ. കാരണം അദ്ദേഹം നിലമ്പൂരെ സ്ഥിരതാമസക്കാരനല്ല. അദ്ദേഹത്തിന് നാട്ടുകാരുമായിട്ടുള്ള പരിചയം ആര്യാടൻ ഷൗക്കത്തിനുള്ള അത്രയും ഇല്ല എന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന് അവിടെ യാതൊരു മുഖപുരിയുടെ ആവശ്യമില്ല. അത് പ്രധാനപ്പെട്ട ഘടകമാണ്. വളരെ ടോട്ടലി സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു സ്ഥാനാർത്ഥി എല്ലാം കൂടുതൽ അവതരിപ്പിക്കും. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും പിന്നെ ഇടതുമുന്നണിയുടെ ഈ പ്രചരണ സംവിധാനം വളരെ ഫലപ്രദവും ശക്തവുമാണ്. വീടാന്തരം കയറി പ്രചരണം നടത്തി. പിന്നെ MA ബേബി, MV ഗോവിന്ദൻ, പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാരൊക്കെ അവിടെ വന്നു. യുവാക്കളുടെ വലിയ സാന്നിധ്യം പ്രചരണ രംഗത്തുണ്ടായിരുന്നു. പിന്നെ മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തിന് വലിയ പിന്തുണ ലഭിച്ചു. മിക്കവാറും മാധ്യമപ്രവർത്തകരൊക്കെ പഴയകാലത്തെ SFIക്കാരായതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു താല്പര്യം മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ഉണ്ടായിരുന്നു. ആര്യാടൻ മുഹമ്മദ് എൻ്റെ മകനാണ് ഷൗക്കത്ത്. അദ്ദേഹം സിനിമാ നിർമ്മാതാവാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ സാംസ്കാരിക ലോകത്ത് വലിയ ചലനം സൃഷ്ടിച്ചവയാണ്, അവാർഡ് കിട്ടിയവയാണ്. പാഠം 1 ഒരു വിലാപം എന്ന സിനിമ ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും
പ്രകീർത്തിക്കപ്പെട്ട ഒന്നാണ്. പക്ഷേ ഇതൊന്നും ആരും കണക്കാക്കിയില്ല. സാംസ്കാരിക നായകരൊക്കെ ക്യൂ നിന്ന് പിന്തുണ പ്രഖ്യാപിച്ചത് സ്വരാജിനാണ്. ആര്യടൻ ഷൗക്കത്ത് സാംസ്കാരിക രംഗത്ത് നൽകിയ സംഭാവനയൊന്നും ആരും ഓർമ്മിച്ചില്ല. ഓർമ്മിച്ചവർ തന്നെ അത് പുറത്ത് പറയാൻ ആഗ്രഹിച്ചില്ല, ധൈര്യപ്പെട്ടില്ല. അപ്പോൾ പക്ഷേ ആ രീതിയിൽ സ്വരാജിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഫേസ്ബുക്ക് വഴിക്കും നേരിട്ട് ചെന്നും ഒക്കെ പിന്തുണ അഭ്യർത്ഥിച്ചു, പിന്തുണ അറിയിച്ചു. അവരുടെയൊക്കെ അഭ്യർത്ഥന, അവരുടെയൊക്കെ അനുഗ്രഹം, അവരുടെയൊക്കെ പ്രാർത്ഥന സ്വരാജിൻ്റെ കൂടെയുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും സ്വരാജ് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 5-1 ഭാഗം സാധ്യത പോലും ഞാൻ അദ്ദേഹത്തിന് കാണുന്നില്ല. അപ്പോൾ പിന്നെ ആരാ ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടല്ലോ. ജയിക്കാൻ പോകുന്ന ആര്യടൻ ഷൗക്കത്താണ്. ഷൗക്കത്തിനാണ് ഇന്നത്തെ നിലയ്ക്ക് സാധ്യത കൂടുതലുള്ളത്. വലിയ അട്ടിമറികൾ നടന്നില്ലേ, ഷൗക്കത്ത് സാമാന്യം തരക്കേടില്ലാത്ത ഭൂരിപക്ഷത്തിൽ ജയിക്കും. 10,000 അതിൽ കൂടുതലും, ഒരുപക്ഷെ 20,000 വരെ പോയേക്കാവുന്ന ഭൂരിപക്ഷത്തോടി ആര്യടൻ ഷൗക്കത്ത് ജയിക്കാനാണ് സാധ്യത. ഷൗക്കത്തിൻ്റെ മേന്മ എന്താണെന്ന് വെച്ചാൽ, ഷൗക്കത്ത് നാട്ടുകാരനാണ്, ആര്യടൻ മുഹമ്മദിൻ്റെ മകനാണ്. അദ്ദേഹത്തെ അറിയാത്തവരോ അദ്ദേഹം അറിയാത്തവരോ ആയിട്ട് ആരും തന്നെ നിലമ്പൂരില്ല. അദ്ദേഹം നേരത്തെ ഒരിക്കൽ മത്സരിച്ച ആളാണ്. അന്ന് അൻവറിൻ്റെ അടുത്ത് തോറ്റുപോയി. അതിന് വേറെ കാര്യമുണ്ട്. ഒരു പൊതു തെരഞ്ഞെടുപ്പാണ്. പലതവണ അവിടെ നിന്ന് ജയിച്ച ആര്യാടൻ മകനെ അരിയിട്ട് വാഴിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. അത് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു, UDFകാരുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ ആര്യാടനോടും മകനോടും എതിർപ്പുള്ള ചില വിഭാഗങ്ങൾ അവരുടെ വോട്ട് അൻവറിന് മറിച്ച് ചെയ്തു. പിന്നെ അൻവർ സ്വന്തം നിലയ്ക്ക് ത്രാണിയുള്ള ആളാണ്. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കൂടിയപ്പോൾ അദ്ദേഹം ജയിച്ചു. അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ ആ രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സ് കുറവാണ്. ഇപ്പോഴും കോൺഗ്രസ്സിൽ അദ്ദേഹത്തിന് എതിർപ്പുള്ള ചില ആളുകളുണ്ട്, ലീഗിലുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും തീർച്ചയായിട്ടും ഉണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് അവരുടെ സ്ഥാനാർത്ഥിക്ക് പോകും എന്ന് വിചാരിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഷൗക്കത്തിനാണ് ഔപചാരികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എങ്കിലും അത് കിട്ടും എന്നെനിക്ക് പ്രതീക്ഷയില്ല. മുസ്ലിം ലീഗിൽ തന്നെ ചില തീവ്രവാദികൾ ഷൗക്കത്തിനെതിരായിട്ടുണ്ട്. അവരുടെ വോട്ട് കിട്ടാൻ സാധ്യതയില്ല. നിലമ്പൂരുള്ള അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ള മുഴുവൻ മുസ്ലിം ലീഗുകാരും അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അവരാൽ കഴിയുന്ന രീതിയിലുള്ള പ്രചരണമൊക്കെ നടത്തിയിട്ടുണ്ട്. അവരുടെ ആത്മാർത്ഥത ഞാൻ ചോദ്യം ചെയ്യല്ല. പക്ഷേ ലീഗിനകത്ത് തന്നെയുള്ള ചില തീവ്ര ആര്യാട വിരുദ്ധന്മാരുണ്ട്. അവരുടെ വോട്ട് ഇദ്ദേഹത്തിന് കിട്ടുകയില്ല. ആ വോട്ട് സ്വരാജിന് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം തുല്യ നിലയിൽ തന്നെ എതിർക്കുന്ന അല്ലെങ്കിൽ അവർ വെറുക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സ്വരാജ്. അപ്പോൾ ആ വോട്ടുകൾ എവിടേക്ക് പോകും എന്ന് ചോദിച്ചാൽ അത് ഒന്നുകിൽ SDPIക്ക് പോകും. അതിനേക്കാൾ സാധ്യത അൻവറിന് പോകാനാണ്. അൻവറിന് എല്ലാം കൂടി ഒരു 10,000 വോട്ട് അല്ലെങ്കിൽ 15,000 വോട്ട് കൂടിയ 15,000 വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൽ ബഹുഭൂരിപക്ഷവും UDFിൽ നിന്ന് വിട്ടുപോകുന്ന വോട്ടുകളായിരിക്കും. LDFിൽ നിന്ന് അൻവർ അധികം വോട്ട് പിടിക്കാൻ സാധ്യതയില്ല. അങ്ങനെ കിട്ടുന്ന വോട്ടുകൾ, ആ വോട്ട് സത്യത്തിൽ ഈ ആര്യാടന് എതിരായിട്ടുള്ള വോട്ടുകൾ അൻവറിലേക്ക് പോകുന്നതാണ് ആര്യാടന് ഗുണം. കാരണം അത് സ്വരാജിലേക്ക് പോയെങ്കിൽ ഇരട്ടി ഫലമായിരുന്നു. ഇത് അവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പോൾ ആത്യന്തികമായിട്ട് നോക്കുമ്പോൾ അൻവർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് പോലും ആര്യാടൻ ഷൗക്കത്തിനാണ് സഹായകരമായി മാറുന്നത്. പിന്നെ ഷൗക്കത്തിന് വേറൊരു മെച്ചമുണ്ട്. അദ്ദേഹം കറ തീർന്ന മതേതരവാദികൾ, മതനിരപേക്ഷ സമീപനം പുലർത്തുന്ന ആളാണ്. നേരത്തെ പറഞ്ഞ പോലെ ആര്യാടൻ്റെ മകനാണ്. തീവ്രവാദത്തെയും മൗലികവാദത്തെയും എതിർക്കുന്ന ആളാണ്. മതരാഷ്ട്രവാദികളുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ്സുകാർക്കും ദേശീയ മുസ്ലിങ്ങൾക്കും ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർക്കും പ്രിയങ്കരനായ വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഗുണകരമാണ്. പിന്നെ VD സതീശൻ, ഷാഫി പറമ്പിൽ, വിഷ്ണുനാഥ്, അനിൽകുമാർ ഇവരുടെ നേതൃത്വത്തിലുള്ള പ്രചരണം, തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടുമൊക്കെ കണ്ട പോലെയുള്ള പ്രചരണം അത് നിലമ്പൂരും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്തിന് കിട്ടും. അങ്ങനെ വരുമ്പോൾ ഒന്നാമത് UDF മണ്ഡലം, രണ്ടാമത് UDFിൻ്റെ ചിട്ടയായ പ്രവർത്തനം, മൂന്നാമത് സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ മേന്മ, ഈ 3 ഘടകങ്ങൾ കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും UDFിനാണ് മേൽക്കൈ. ആര്യാടൻ ഷൗക്കത്തിനാണ് വിജയസാധ്യത. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ അട്ടിമറികൾ ഉണ്ടായാൽ മാത്രമേ സ്വരാജിന് എന്തെങ്കിലും സാധ്യതയുള്ളൂ. അതിൻ്റെ അർത്ഥം സ്വരാജിന് മോശപ്പെട്ട സ്ഥാനാർത്ഥിയാണെന്നോ, LDFിൻ്റെ പ്രചരണ സംവിധാനം മോശമാണെന്നോ, CPMൻ്റെ സംഘടനാ സംവിധാനം ദുർബലമാണെന്നോ ഒന്നുമല്ല. അതൊക്കെ ശക്തമാണെങ്കിൽ പോലും മണ്ഡലത്തിൻ്റെ പ്രത്യേകതയും UDFിൻ്റെ കെട്ടുറപ്പും സ്ഥാനാർത്ഥിയുടെ ആ ഒരു മേന്മയും കൂടി കാണുമ്പോൾ ഷൗക്കത്ത് ജയിക്കാനുള്ള സാധ്യത എന്നെനിക്ക് തോന്നുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇത് അബ്സല്യൂട്ടായിട്ടുള്ള ഒരു വിലയിരുത്തലല്ല. ഞാൻ എൻ്റെ യുക്തി അനുസരിച്ചും രാഷ്ട്രീയ പരിചയം അനുസരിച്ചും നടത്തുന്ന ഒരു ചെറിയ കണക്കുകൂട്ടൽ മാത്രമാണ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.